പട്ടാമ്പിയിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി മനോജും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രകടനമായി എത്തിയായിരുന്നു പത്രിക നൽകിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പട്ടാമ്പി മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി മനോജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. മേലെ പട്ടാമ്പിയിൽ നിന്നും പ്രകടനമായി എത്തിയായിരുന്നു പത്രിക സമർപ്പണം. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ഭൂരേഖ തഹസിൽദാർ ഹേമയ്ക്ക് മുൻപാകെയാണ് പത്രിക നൽകിയത്. നേതാക്കളായ EP നന്ദകുമാർ, VC സന്തോഷ്, രാജകുമാർ, ഗോപി പൂവക്കൂട ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. പട്ടാമ്പിയിൽ ഒരു മാറ്റം ഇത്തവണ ഉണ്ടാവുമെന്ന് പത്രിക സമർപ്പണത്തിന് ശേഷം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി മനോജ് പ്രതികരിച്ചു. കേരളത്തിലെ ജനങ്ങള് ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കുന്നതിൽ ഇരുമുന്നണികളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് അതിനെ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലേക്ക് കടന്നു വരാൻ സമയമായി എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ മാറ്റമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. കേരളത്തിലെ ജനങ്ങളിപ്പോ 12 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ കേന്ദ്ര ഭരണവും കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ കേരള ഭരണത്തെയും ജനങ്ങളെ താരതമ്യപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇരു സർക്കാരും തമ്മിലുള്ള മാറ്റം ജനങ്ങൾക്കറിയാം. കേന്ദ്രത്തിലെ അഴിമതിരഹിത വികസിത ഭരണം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ അഴിമതി നിറഞ്ഞ വികസന വിരുദ്ധത അതും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. നമുക്ക് പട്ടാമ്പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പട്ടാമ്പിയിലെ 2 മുന്നണികളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവർ പേരിന് മാത്രമാണ് 2 മുന്നണികൾ, അവർ ഫലത്തിൽ ഒന്നാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഏതാനും മാസങ്ങൾ മുമ്പ് വരെ ഒന്നിച്ച് നടന്നവരാണ് ഈ തിരഞ്ഞെടുപ്പിൽ 2ആയിട്ട് മത്സരിക്കുന്നത്. അവർ ഒന്നിക്കുന്നതും അവർ ഭിന്നിക്കുന്നതും പട്ടാമ്പിയുടെ വികസനത്തിന് വേണ്ടിയിട്ടല്ല, അത് അവരുടെ വികസനത്തിന് വേണ്ടി മാത്രമാണ്.